അദ്ദേഹത്തോടുള്ള VS-നോടുള്ള സ്നേഹമോ വിരോധമോ അല്ല, കേസിന്റെ സംബന്ധിച്ച് അതിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് നോക്കുന്നതെങ്കിൽ അദ്ദേഹം VS അച്യുതാനന്ദൻ അഴിമതി ക്രമക്കേടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ 2.33 ഏക്കർ സ്ഥലം പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് 1977 AK ആന്റണി മുഖ്യമന്ത്രി എന്ന സമയത്താണ്. അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം MLA പോലും. അദ്ദേഹത്തിന്റെ പാർട്ടി അന്ന് പ്രതിപക്ഷത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമുക്ത ഭടന്മാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം ഈ സോമൻ എന്ന് പറഞ്ഞ പട്ടാളക്കാരന് കൊടുത്തു. പക്ഷേ മരം മുറിച്ച് നീക്കണമെങ്കിൽ അതിനുള്ള വില കെട്ടണം എന്ന വ്യവസ്ഥ പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം സ്ഥലം ഏറ്റെടുത്തില്ല. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഇതിന്റെ പട്ടയം കിടന്നിരുന്നത്. അദ്ദേഹം അത് റീഅസൈൻ ചെയ്ത് കിട്ടാനാണ് അപേക്ഷ കൊടുത്തത്. അത് കൊടുത്തതിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ അത് നിയമാനുസൃതം ക്യാൻസൽ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. ഈ സർക്കാർ വന്ന ഉടനെ ആദ്യം ചെയ്തത് ശ്രീ രണ്ടത്താണിയുടെ സർക്കാരിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ പട്ടയം റദ്ദാക്കി. പിറ്റേ ദിവസം സോമൻ ഹൈക്കോടതിയിൽ പോയി പരാതി കൊടുത്തപ്പോൾ പട്ടയം റദ്ദാക്കിയ കളക്ടറുടെ നടപടി ഹൈക്കോടതി സെക്കൻഡ് വെച്ച് മഷി തുടങ്ങുന്നതിന് മുമ്പ് അസ്ഥിരപ്പെടുത്തി. ഇന്നേ ദിവസവും ഇതിന്റെ ടൈറ്റിൽ ഈ സോമന്റെ പേരിൽ തന്നെയാണ്. അത് റദ്ദാക്കാൻ ആർക്കും ഒരു തിടുക്കവുമില്ല. ഇവിടെ തിടുക്കം അച്യുതാനന്ദനെയും KP രാജേന്ദ്രനെയും അഴിമതിക്കാരാക്കി മുദ്രയടിച്ച് അവരുടെ പ്രതിച്ഛായ തകർക്കാനും അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നിലവാരത്തിലുള്ള ആളാണ് അച്യുതാനന്ദൻ എന്ന് വരുത്തി തീർക്കാനുമാണ്. വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. കാസർഗോഡ് ജില്ലയിൽ ഇത് മാത്രമല്ല, വ്യാപകമായ തോതിൽ കള്ളപ്പട്ടയങ്ങളും വ്യാജ ആധാരങ്ങളും ഉണ്ടാക്കി ഭൂമി തട്ടുന്ന ലോബികളുണ്ട്, മാഫിയകളുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ സുമാർ 1 മാസം മുമ്പ് ഇന്ത്യ വിഷൻ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. പറവൂർ ഏഴിക്കര വില്ലേജിലുള്ള ഭാസ്കര പണിക്കർ എന്നു പേരുള്ള ഒരു വിമുക്ത ഭടന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി ഭൂമി തട്ടിയത് സമുന്നത കോൺഗ്രസ് നേതാവും KPCC മെമ്പറും ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി കാസർഗോഡ് അറിയപ്പെടുന്ന വ്യക്തിയുമായ പ്രഭാകരൻ ചൗട്ട ആണ്. ചൗട്ടയാണ് ഇപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും കാസർഗോഡ് വന്നാൽ അവർക്ക് അകമ്പടി സേവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി വന്നപ്പോഴും അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തുവിലൂടെ പത്രോസ് ലീഹ എന്ന് പറഞ്ഞ പോലെ ശ്രീമാൻ ചൗട്ട ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നിഷേധിക്കട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ. ഒരു നടപടിയും എടുത്തിട്ടില്ല, ഒരു നടപടി എടുക്കുകയുമില്ല. കാരണം ഇവർക്ക് വേണ്ടത് VS-നെയാണ്. അല്ലാതെ ഭൂമി കൈയേറ്റം തടയലോ ലാൻഡ് മാഫിയയ്ക്ക് ചങ്ങനിടുന്നതല്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മാധ്യമങ്ങളിൽ കണ്ട കാര്യമാണ് ശ്രീ രണ്ടത്താണി പറയുന്നത്. ഏത് മാധ്യമത്തിലാണ് രണ്ടത്താണി കണ്ടത്? മനോരമയിലല്ലേ? രണ്ടത്താണിയുടെ നാടായ മലപ്പുറത്ത് 786 ഏക്കർ ഭൂമി കൈവശം വച്ചിരിക്കുന്ന മനോരമ പത്രക്കാരാണ്. അതായത് പന്തല്ലൂർ ദേവസ്വത്തിന്റെ ലീസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഭൂമി തിരിച്ചു കൊടുക്കാതെ പാട്ടവും കൊടുക്കാതെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന മനോരമക്കാരാണ് VS അച്യുതാനന്ദനെതിരെ വിഷയത്തിലേക്ക് വന്നാൽ CK ഷാജഹാൻ